4000 ഉണ്ട്. ഞാൻ ഇതുപോലുള്ള 10 പ്രതീക്ഷിച്ച പൊന്നളിയാ, ഞാൻ വല്ലാത്ത ടൈറ്റിലാണ്. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ചെറിയ എമൗണ്ട് ആയിരിക്കും എന്നല്ലേ. ഇതിപ്പോൾ 20,000 രൂപ പോയി. ഇത് മുഴുവൻ ഞാൻ ഒപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാ ഇത് എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ. എപ്പോ പറഞ്ഞു? വിളിച്ചപ്പോ എന്റെ പൊന്നു മച്ചാനെ, പാർലറിൽ ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വിളിക്കാം. ഓക്കെ, ബിയറൊക്കെ അടിക്കൂട്ടാ. വെയിറ്റ് പണി കളയിക്കല്ലേ അളിയാ, പ്ലീസ്. വീണ്ടും കേരളത്തെ നടുക്കുന്ന രാഷ്ട്രീയ കൊലപാതകം. ഇന്ന് കാലത്ത് 9 മണിയോടെ തൃശൂർ ജില്ലയിലെ അമ്മായി കവലയിൽ RDP RBV പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു RBV പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അമ്മായി കവല മുളന്തോട്ടത്തിൽ അംബുജാക്ഷനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് RBV ജില്ലാ തലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നാളെ ഹർത്താലാണല്ലോ, കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി. നീ ഇവിടെ ശിവനെന്ന് വിളിച്ചത് ഹർത്താൽ നമ്മളും മലയാളികളെ ദേശീയ ആഘോഷമല്ലടാ, അടിച്ചു പൊളിക്കണ്ട നമുക്ക്. ഇന്നലെ രാത്രി അമ്മായി കവലയിലെ RDPയുടെ കൊടിമരം ആരോ തകർത്തതാണ് സംഘർഷത്തിന് പ്രധാന കാരണമെന്നറിയുന്നു. വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം നടന്ന അമ്മായി കവലയിലാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിതിഗതികൾ പൊതുവെ സമാധാനപരമാണ്. ഈ ഒടിഞ്ഞുകിടക്കുന്ന കൊടിമരമാണ് സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. കൊലപാതകത്തെ തുടർന്ന് RBV പ്രവർത്തകർ RDPയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. 6 മാസത്തിനകം ഇവിടെ നടന്ന രണ്ടാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത്. അക്ഷരാർത്ഥത്തിൽ ഈ നാട് നടുങ്ങിയിരിക്കുകയാണ് രാഖി. തിരിച്ചെത്താം ബിനോയ്. ഇന്നലെ രാത്രി അമ്മായി കവലയിൽ ഉണ്ടായിരുന്ന ചിലരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊടിമരം തകർത്തത് ആരാണെന്നതിനെ കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇപ്പോൾ RDPയുടെ സംസ്ഥാന സെക്രട്ടറി PV ശിവരാജൻ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞങ്ങളെന്താ ചാഞ്ഞെടുക്കുന്ന മരോ? കേരളത്തിലെ എല്ലാ കൊലപാതകവും ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ. പിന്നെ ഒരു കാര്യം ഞാൻ അവർക്ക് പറയാം, പാടത്തിറങ്ങി പണിതാ വരമ്പത്ത് ഞങ്ങൾ കൂലി കൊടുത്തിരിക്കും. ഇനി അത് പറഞ്ഞില്ലെന്ന് പറയരുത്. അണികളെ ഉപയോഗിച്ച് RDP കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ് യുവജന മോർച്ച സംസ്ഥാന അധ്യക്ഷൻ P കൃഷ്ണചന്ദ്രൻ ആരോപിച്ചു. ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അയൽ സംസ്ഥാനത്ത് ഞങ്ങൾ നേരിടും. കൊലയ്ക്ക് കൊല, വെട്ടിന് വെട്ട്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അംബുജാക്ഷനെ കൊലപ്പെടുത്തിയത് 20ഓളം പേർ വരുന്ന RDP സംഘമാണെന്നും പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും സംഭവത്തോട് പ്രതികരിച്ച DGP കമലേഷ് വോറ പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ പോലീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും ഞങ്ങൾ നേരിടും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രമുഖ INSP നേതാവ് സിജോ കോട്ടത്തല നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കോട്ടത്തല, എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ 2 കൂട്ടരോട് ചോദിക്കുകയാണ്, നിർത്താറായില്ലേ ഈ പക? അഹിംസയുടെ സംസ്കാരമാണ് നമ്മുടേത്. നമ്മളെന്തിനാ നമ്മുടെ സംസ്കാരം എന്തായാലും സംഭവിച്ചറിയാലോ. എന്ത് നീയാ ഒന്നാം പ്രതി, മനസ്സിലായ? അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ശിവേട്ടൻ ചവിട്ടം കൊണ്ടാ ചവിട്ടിയത്. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച ആളാണ് ഒന്നാം പ്രതി. പ്രേരണ കുറ്റം. ഇനി എങ്ങാനും എന്നെ പൊക്കിയ പറ്റിയ 5 ദിവസത്തിന്റെ കഥ ഞാനിങ്ങോട്ട് പറയാം. നീ സീരിയസാ? ആ, ഞാൻ സീരിയസാ. ശിവ, ഹർത്താൽ തുടങ്ങി, വന്ന പറഞ്ഞ അടിക്കാം. ഇതിലും കൂടി ചോദിച്ചു. മനുഷ്യരെ ചുറ്റിക്കോരം നിയമങ്ങളും. ഇതെന്താണ് ഇത്ര ആക്രാന്തം? ഒരു ചീയേഴ്സ് ഒക്കെ പറയണ്ടേ? ആ നോക്കണ്ട, ആടാവാ അങ്ങനെയാണ്. ഒരെണ്ണം അടിച്ചാലേ നോർമലാവുള്ളൂ. ഓരോരോ അന്ധവിശ്വാസി. അടിക്കണില്ലേ? അടിയുന്ന് ഒരെണ്ണം കൂടി പിടിച്ചു കേട്ട. ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തു ശിവേട്ടന്. ഒന്ന് പിടിപ്പിക്കും ശിവേട്ട. പച്ചക്ക കുഴപ്പമില്ലടാ, ഹർത്താലല്ലേ. ഹലോ, നിങ്ങളിത് എവിടെയാ? ഇത്ര നേരമായിട്ടും കാശ് കിട്ടിയില്ലേ? ഹലോ, ആ കിട്ടി, വന്നിട്ട് പറയാം. എവിടെയാ പോയി കിടക്കണേ? ഇവിടെ ആകെ പ്രശ്നം അറിഞ്ഞില്ലേ? ഹർത്താലൊക്കെ ആയി. അത് കാരണം കട നേരത്തെ വിട്ടു, മോന്റെ സ്കൂളും വിട്ടു. ഞാൻ അവനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാം. നിങ്ങളിത് എവിടെയാ പോയി കിടക്കണേന്നൊന്ന് പറയോ? ഹലോ, തൃശ്ശൂർ ഹർത്താലാണല്ലേ? ആന്നേ. അപ്പൊ നിങ്ങളിപ്പോ എവിടെയാ? ഞാനേ അത്യാവശ്യമായിട്ട് ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ. എന്തേലും പണിക്കായിട്ടേ. അതെ, കിട്ടിയ കാശിനെടുത്ത് ചെലവാക്കല്ലേ? ആ കേട്ടോ? ആ കേട്ടു. വരുമ്പോ കഴിക്കാനെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളോ? ആ വാങ്ങാം. ശരി.
തൃശൂരിൽ RBV ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഈ പേഴ്സും ബൈക്കൊന്നും അടിച്ചു മാറ്റിട്ട് കാര്യമില്ല ഭായി. ആകെ കൂടി 8000 രൂപയുണ്ട്. കോപ്പ് പണ്ടത്തെ പോലെ ഇപ്പൊ ആരും പേഴ്സിലൊന്നും കാശ് വെക്കാനില്ലടാ. ഒക്കെ ഡിജിറ്റലായില്ലേ. ഡിജിറ്റല് മനുഷ്യന്റെ വയറ്റത്തടിക്കാനായിട്ട് ഓരോന്നുണ്ടാക്കും. സത്യവും വിശ്വാസവും ഒത്തിണങ്ങിയ സ്വർണം ആശ്രയ ജ്വല്ലറിയിൽ മാത്രം. ആശ്രയ കാശുണ്ടാക്കണെങ്കിലേ വേറെ എന്തെങ്കിലും സീൻ പിടിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ വെൽത്ത് എന്തെങ്കിലും അടിച്ചു മാറ്റുക. റിസ്ക് ഒക്കെ സെയിമല്ലേ? എന്നിട്ട് കിട്ടണ കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് മുങ്ങ. മുങ്ങേണ്ടി വരും. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? ആയിരിക്കും. അതുകൊണ്ടാ പറഞ്ഞു ഇത് ബെസ്റ്റ് ടൈമാണ്. ഇന്ന് രാത്രിയാണെങ്കിൽ ഹർത്താല്. ഒറ്റ കുഞ്ഞുണ്ടാവില്ല റൂട്ടില്. പോലീസുകാരാണെങ്കിൽ രാഷ്ട്രീയക്കാർ പിന്നാടി. അതുകൊണ്ട് ഇത് ബെസ്റ്റ് ചാൻസ് ആണ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലടാ, ഈ വലുത് എവിടെ ഇരിക്കുന്നത്? സ്ഥലമൊക്കെ ഉണ്ട്, ശ്രമിച്ചാ റെഡി. ഏതാണ് സ്ഥലം? താരര തരരരര തരര തരര ആശ്രയ. കള്ളൻ. ഏയ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കുറച്ച് റിസ്ക്കാ. സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടാവും. എവിടെ നിന്ന് സെക്യൂരിറ്റി? ഞാനൊരു 100 വട്ടം പോയിട്ടുള്ളല്ലേ. അവിടെ ഒരു സെക്യൂരിറ്റിയിൽ തേക്കാൻ വേണക്കില്ല. പക്ഷേ CCTV ക്യാമറ ഉണ്ട്. അപ്പൊ എന്തി അത് മറക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി പിടിക്കാം. അതൊക്കെ നമുക്ക് നോക്കാം. അല്ല, ഈ ലോക്കൊക്കെ പൊളിക്കണമെങ്കിൽ ടൂൾസ് വേണ്ട ഭായി. കംപ്ലീറ്റ് ടൂൾസ് നമ്മുടെ സ്ഥലത്തുണ്ട്. വണ്ടി എടുത്ത് പോയി സംഘടിപ്പിക്കാം. ഒരു ടൂൾ ഇവിടെ ഉണ്ട്. എന്ത് എന്ത് പാര ടൂൾസ് ഒക്കെ അത്യാവശ്യത്തിന് അവിടെ ഉണ്ട്. എന്തിനാ? ഹൈ, എന്നാലും ഇരുന്നോട്ടാ, ആരെങ്കിലും വന്ന് തലക്കടിക്കാലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഗൂഢാലോചനയൊക്കെ കൊള്ളാം, തെറ്റില്ല. പക്ഷെ ആരകത്ത് കയറും? അതിനെല്ലാം എക്സ്പെർട്സ് ആയി ശിവേട്ടനും ഗിൽബേർട്ജ് ഒക്കെ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറും, ഞങ്ങൾ പുറത്ത് കാവലും. എന്താ പേടിയുണ്ടോ? ഏയ്, അത് പറ്റില്ല. ഞാനും ഒത്തു കയറും. കുറെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണിത്. എന്നെ ഒഴിവാക്കരുത് പ്ലീസ്. ഏതെങ്കിലും ഒരു പണിയിൽ പങ്കെടുക്കാൻ. ഇതിനൊക്കെ ഒരു വശമുണ്ട് വിൽസേട്ടാ. ഈ തേങ്ങ പൊതിക്കുന്ന പോലത്തെ പരിപാടിയല്ല. ഭായി കക്കാൻ കയറണവനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പുറത്ത് നിൽക്കണവനാണ്. ഭായിക്കാണ് റിസ്ക് ഉള്ള പണി. ഭായിയുടെയാണ് ബ്രെയിൻ. അത് മതി. നമ്മൾ രണ്ടുപേരും പുറത്ത് കാവലുന്നാ മതി. അത് മതി. അത് മതി, അതാ സേഫ്. അവസാനം കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് പുറത്താവില്ലല്ലേ ഭാഷ? അതെന്ത് ചാണാപ്പിളി വർത്താനാണ് ഭായി പറഞ്ഞത്? അതല്ലാന്ന് പെങ്ങളുടെ കൊച്ചിന്റെ മാമോദിസ രണ്ടുപേരെ അറിഞ്ഞാണ് വേണമെന്ന് അമ്മ കിടന്ന് വിളിയോട് വിളിയാണ്. അതുകൊണ്ട് പറഞ്ഞ ഇഷ്ടം. കളവില് ചതിയില്ല. നമ്മളൊക്കെ ഒന്നിച്ചല്ലേ? എല്ലാം കഴിയുമ്പോഴും ഒന്നിച്ചായിരിക്കും. ആയിരിക്കില്ലേ? ആയിരിക്കും. അത് മതി. അപ്പൊ ഓക്കെ അല്ലേ? അല്ലാണ്ട് അടിപൊളി.